ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ RJ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ നല്ല മഴയുണ്ട് ഇവിടെ. നല്ല മഴയെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഴയാണ്. ഇന്നലെ തൊട്ട് ഇന്ന് വരെയും ഒരേ കണക്കിന് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നല്ല മഴ, പുറത്തുനിന്ന് ഇറങ്ങാൻ വയ്യ. പിന്നെ എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ ഒരുപാട് പേര് കുറേ കമൻറ്റുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഞാനൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി. പിന്നെ ഇന്നിപ്പോൾ നമ്മളൊരു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ എന്താണ്, ഇന്നൊരു പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കുറച്ച് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, മക്കൾക്ക് കഴിക്കാനായിട്ട്. അപ്പം പുഡിങ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പം മക്കളൊക്കെ ട്യൂഷന് പോയി, അവരാരും ഇവിടെ ഇല്ല. പിന്നെ അക്കുണ്ട്, അക്കൊന്ന് സ്കൂളിൽ പോയില്ല. അക്കുവിന് വയറുവേദനയായിട്ടും പിന്നെ ചെറിയ പനിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അക്കു സ്കൂളിൽ പോയിട്ടില്ല, അക്കു ഇവിടെ ഉണ്ട്. പിന്നെ ഞാനും അക്കും കൂടി, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളന്ന് കുറച്ച് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗേസ്, നമ്മളിതാ ഇവിടെ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കസ്റ്റാർഡ് പൗഡർ, 1 ലിറ്റർ പാല്, പഞ്ചസാര. അപ്പോൾ നമുക്ക് എന്തായാലും പുഡിങ് ഉണ്ടാക്കി നോക്കാം. ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ പാലെടുത്തിട്ടുണ്ട്, 1 ലിറ്റർ പാലാണ് ഇത് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ബോട്ടിൽ, അതായത് 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് കസ്റ്റാർഡ് പൗഡറാണ്. പിന്നെ അത് നമുക്കൊരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം. അപ്പോൾ 1 ലിറ്റർ പാൽ. അപ്പോൾ നമ്മളിതാ ഇവിടെ ബ്രെഡ് നല്ല നൈസായിട്ടുണ്ട്, നല്ല ബ്രെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ടാണ് ചേർത്തേക്കുന്നത്. ചിലരൊക്കെ നട്ട്സ് ചേർക്കും, അപ്പോൾ ഞാൻ എന്തായാലും ഡ്രൈ ഫ്രൂട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമും ഉണ്ട്. അങ്ങനെ കേസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ കസ്റ്റാർഡ് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നട്ട്സാണ് ചേർക്കുന്നത്, ഞാൻ ഡ്രൈ ഫ്രൂട്ട് ചേർക്കാമെന്ന് വിചാരിച്ച്. കാരണം പൈനാപ്പിൾ, പിന്നെ അതുപോലെ തന്നെ മാങ്ങ, പിന്നെ കിവി എല്ലാം കൂടിയൊക്കെ ചേർന്ന് മിക്സ്ഡായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടാണ്. അപ്പം ഇത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് വിപ്പ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റാർഡ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രെഡ് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാം. ഞാൻ ഇത് പുഡിങ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഈ ട്രേ ആണ്. അപ്പം വേറെ ഉണ്ട്, അപ്പോൾ അത് ചെറുത്. അപ്പോൾ ഇത് വലുതിലാകുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഗസ്റ്റുകളാണെങ്കിൽ കൊടുക്കാൻ, നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് വലുതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, വലിയ ഒരു ട്രേ എടുത്തതാണ്. അപ്പോൾ വേറെ കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ട്, അപ്പോൾ അത് ചെറുതല്ലേ, അപ്പോൾ ഇതിലാകുമ്പോൾ ഒരുപാട് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇങ്ങനെ എടുത്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതായി കസ്റ്റാർഡ് ബാറ്റർ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് വേണം, ചൂടോട് കൂടിയായിരിക്കണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇത് കുതിർന്നിരിക്കും, അപ്പോൾ നല്ല ഇതായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ഒരു 3 ലെയർ വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ വെച്ച് അതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി നമുക്ക് കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ചെറിയ പീസും കൂടി വെച്ച് ഞാൻ അങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് വേണം, ചൂടോട് കൂടി ഒഴിക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് എന്തായാലും വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് സെറ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മളിതാ ഇവിടെ 2 ലെയർ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് നന്നായിട്ട് കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പം വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ ഇത് സംഭവം നല്ല സെറ്റായി വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ സെറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മളിതാ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഇവിടെ കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം, അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, കുറച്ച് മതി. അപ്പം എന്തായാലും ഒരു ചെറിയ ബൗളിലോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് വിപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടിക്ക് വേണ്ട, കുറച്ച് ലൂസായിട്ടിരിക്കണം. അതായത് നമ്മൾ കേക്കിൻ്റെ അതേമാതിരത്തെ ഇത് വേണ്ട, കട്ടി വേണ്ട. അപ്പോൾ എന്തായാലും ഇതാ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച്. സംഭവം ഇതെനിക്ക് പണി കിട്ടി. ഞാൻ ചെറിയ ബൗളാണ് എടുത്തത്, വലിയ ബൗളിലായിരുന്നു കുഴപ്പമില്ല. ഇത് ചെറിയ ബൗളായതുകൊണ്ടിട്ട് തന്നെ എല്ലാ ഭാഗത്തും കൂടി ഇതിങ്ങനെ തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ ബൗളിലിട്ടിട്ട് വേണം വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളർ അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്നൊരു കളറിന് വേണ്ടിയിട്ട്. അപ്പം കളറ് നല്ലൊരു ഭംഗിയുണ്ടല്ലോ, അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്.
അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോപ്സാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അപ്പം തന്നെ ആ കളർ ഉണ്ടോ, പിങ്ക് കളർ. അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ടിരിക്കുന്നത്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊരു പൈനാപ്പിൾ കേക്ക് പുഡിങ്ങും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ബാറ്റർ തയ്യാറാക്കിയത് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ബൗളിൽ, അതായത് ചെറിയൊരു ട്രെയിലകത്ത് നമുക്ക് പൈനാപ്പിൾ കേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു പുഡിങ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെന്തായാലും മക്കളിവിടെ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തിന് വേസ്റ്റ് ആക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇതും കൂടി എടുത്തിട്ട് പൈനാപ്പിൾ കേക്ക് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുഡിങ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബാക്കി ബാലൻസ് ഇരിക്കുന്നതിൽ കൂടി ഇതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പൈനാപ്പിൾ കേക്ക് പുഡിങ്ങും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ചെറിയൊരു ട്രെയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോസും കൂടി കാണാം. അങ്ങനെ ഗേസ് നമ്മളിതാ അടുത്തത് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എനിക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ ഒരു കാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 ലിറ്റർ പാലും 4 ടീസ്പൂൺ കോൺഫ്ലവർ, പഞ്ചസാര, മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നട്ട്സും, അതായത് കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നെയ്യ് തടവിയിട്ടാണ് നമ്മളിതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റാവും. അപ്പം എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റായതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളിതാ ചായക്ക് ഒരു ചിക്കൻ ബോണ്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ചായയൊക്കെ ഇട്ട് ചിക്കൻ ബോണ്ടയും കൂടി കഴിക്കുന്നു. പിന്നെ നമ്മളിതാ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് പുഡിങ്ങും കിണ്ണത്തപ്പമൊക്കെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതിൽ നിന്ന് മക്കൾക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം കിണ്ണത്തപ്പം എന്തായാലും പിന്നെ എടുക്കുന്നേ ഉള്ളൂ. അപ്പം പുഡിങ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുഡിങ് കട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഒരു 4 ലെയറായിട്ട് നിൽപ്പുണ്ട്. അപ്പം നല്ലൊരു കളർഫുള്ളായിട്ട് തോന്നുന്നില്ലേ. അപ്പം എന്തൊരു നട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് സെറ്റായിരിപ്പുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് രാത്രിയാണ്. അങ്ങനെ അതാ നമ്മളിവിടെ കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഓരോ ലെയർ വീതം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഓരോ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റിൽ ഫുഡ് കഴിച്ചതിന് ശേഷം അവർക്ക് പുഡിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 പേർക്കും എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അവർക്ക് എടുത്ത് കൊടുത്തു. എന്തായാലും എന്താ അവർ ഓരോ പീസ് കഴിച്ചതാ ബാക്കി ഇത്രയായിട്ടുണ്ട്. എന്തായാലും ഇത്രയും കഴിച്ചു. അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഒരു പീസ് കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ 3 പേരും ഇത്രയും തീർത്തിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ എടുക്കുന്നതാണ്. അപ്പം തലേ ദിവസം എന്തായാലും നമ്മൾ പുഡിങ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ അവർക്ക് കിണ്ണത്തപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കിണ്ണത്തപ്പം എടുത്ത് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജെല്ലി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല രസമാണ് ഇതിരിക്കുന്നത്. എന്താണ് നല്ല ജെല്ലി ആയിട്ടിരിക്കും. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടോ ജെല്ലി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസും കൂടി കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗേസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോയാണ്, അതായത് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.